പുരം നഗരസഭയിൽ കൗൺസിലർമാരുടെ കൂട്ടയാടി. അവസാനം യുദ്ധമായി. യുദ്ധത്തോട് യുദ്ധം. യുദ്ധമോ? ബിജെപി LDF പ്രവർത്തകരാണ് ഏറ്റുമുട്ടിയത്. രണ്ടുപേരും തമ്മിൽ ആദ്യം മുദ്രാവാക്യം വിളിയൊക്കെയായിരുന്നെങ്കിൽ പിന്നീട് അതിൽ കയ്യാങ്കളിയിലേക്കൊക്കെ നീങ്ങി. മൈതാനത്തിൽ എന്റെ പൊന്നോ പോരിഞ്ഞാടി. ഇതിനിടയിൽ മേയർ VV രാജേഷ് ഈ സമരക്കാർക്കിടയിലേക്ക് വീണു പോവുകയും അടിയിൽ നമ്മുടെ അപ്പൂപ്പൻ അമ്പ് കൊണ്ട് വീണു. മേയർ VV രാജേഷിന്റെ ഉടുപ്പിൽ പിടിച്ച് വലിക്കുന്നതും ഒക്കെ കാണാമായിരുന്നു. എന്താടാ ഒരാള് കിടന്ന് ഉറങ്ങണേന് ഇങ്ങനെ നമ്മളെ സമാധാനപരമായിട്ട് അവിടെ നിന്നതായിരുന്നു. BJP കൗൺസിലേഴ്സ് എല്ലാം കൂടി വന്ന് ഇടിച്ച് നമ്മളെ അങ്ങ് മറിച്ചിട്ടതാ. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ ആക്ടിങ്? അല്ല ഞാൻ ചോദിക്കട്ടെ, മേയറെ കാണാൻ വരുന്നവർ രാവിലെ മുതൽ ഭീഷണിപ്പെടുത്തി വിടുക, മേയർ വന്നപ്പോ തന്നെ മുമ്പ് എന്ന് കുറച്ചൊരു മുദ്രാവാക്യം വിളിക്കുക, അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതങ്ങനെ വിടാൻ പറ്റും? അങ്ങനെ മേയറുടെ ഓഫീസിൽ ജനങ്ങൾക്ക് കയറാൻ പാടില്ല, മേയർക്ക് കയറാൻ പാടില്ല, ഡെപ്യൂട്ടി മേയർക്ക് അങ്ങോട്ട് തീരുമാനിക്കുന്നവരാണ്. കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്നെ മാത്രമല്ലല്ലോ, 10 മണി മുതൽ പാവപ്പെട്ട ആൾക്കാർ അപേക്ഷയും കൊണ്ട് മേയറെ കാണാൻ വരുമ്പോഴേക്കും മേയറെ കാണാൻ പറ്റില്ല, മേയറുടെ റൂമിൽ കയറാൻ പറ്റില്ല. ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദ സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അല്ല, അങ്ങനെ പുറകുള്ള കയറ്റിലൂടെ കടക്കാൻ വേണ്ടി വേറെ ആൾ നോക്കിയാൽ മതി. മുമ്പത്തെ കയറ്റിലൂടെ കടക്കാനല്ലേ എന്നെ മേയറാക്കിയിരിക്കുന്നത്. ഭഗവാനെ, എന്റെ സമയം ഭയങ്കര. പുറകത്തെ കയറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടുള്ളൂ, മുമ്പത്തെ കയറ്റിലൂടെ കടക്കുന്നവരെ അവർ കണ്ടിട്ടില്ല. ഞങ്ങൾ മുമ്പത്തെ കയറ്റിലൂടെ കടക്കുന്നവരെ കടന്നില്ലേ, മുമ്പത്തെ കയറ്റിലൂടെ കടന്നില്ലേ, അവർ പുറത്ത് തന്നെ ഇരിക്കുകയല്ലേ, ഇതാ കടന്നിരിക്കുകയാണ് എല്ലാവരും. അതുകൊണ്ട് അതൊക്കെ കയ്യിൽ വെച്ചത്, അതൊക്കെ AK സെന്ററിൽ പോയി പറഞ്ഞാൽ മതി. മേയർ ഗുണ്ടയുണ്ടല്ലോ, മുൻ മേയർ ആയിട്ടുള്ള ശ്രീകുമാർ അടക്കമുള്ള ആൾക്കാരുടെ പുറത്തുകൂടെ ചവിട്ടിയല്ലേ അയാൾ കയറിപ്പോയത്. പിന്നെ അനുഭവിച്ചോട്ടോ. അപ്പൊ ഇവിടെ ആർക്കും എന്നെ വിശ്വാസമില്ലേ? ഇല്ല. എങ്ങനെ വിശ്വസിക്കും? മേയർ ഈ ഗുണ്ട എത്ര അഹങ്കാരത്തോടു കൂടിയാണ് ഈ സമരത്തെ നേരിടുന്നതിന് വേണ്ടി പുറത്തു വന്നിരിക്കുന്നത്. അങ്ങോട്ട് പോയിക്കോളെ, ബാക്കെടുത്തോളി, പോയിക്കോളെ, വീട്ടിൽ പോയിക്കോളെ. ശരി, ശ്രദ്ധിച്ച് റോഡും ശ്രദ്ധിച്ച് ക്രോസ് ചെയ്യട്ടാ.